ഹലോ മൈ ഡിയർ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സ്നേഹത്തോടെ നിങ്ങളുടെ അമ്മു. അപ്പം കുറേ ദിവസം കഴിഞ്ഞ് ഞാനിന്ന് വന്നേക്കാണ് നിങ്ങളെയൊക്കെ ഗ്ലേഷ്യർ 3000 എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ രാവിലെ എണീറ്റു ഒരു 8 മണിയൊക്കെ ആയപ്പം ലൊസാൻ സ്റ്റേഷനിലെത്തി. ലൊസാൻ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പോകേണ്ടത് ഐഗിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആദ്യം അവിടെ പോകും, അവിടുന്ന് പിന്നെ ഒരു ട്രെയിൻ മാറണം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? പണ്ട് സന്തോഷ് കുളങ്ങര പറഞ്ഞതുപോലെ സ്വിറ്റ്സർലൻഡ് ഒരു മനോഹരമായ രാജ്യമാണ്. എവിടെ നോക്കിയാലും ഇറ്റ് ഹാസ് പിക്ചർ പെർഫെക്റ്റ് വ്യൂസ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ താമസിച്ചിട്ടും ഈ സെയിം വ്യൂസാണ് ഞാൻ എന്നും കാണുന്നത്. ബട്ട് സ്റ്റിൽ എൻ്റെ വായിൽ നിന്ന് വാവ് എന്ന് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഐഗിളെത്തി. ഐഗിളിൽ നിന്ന് പിന്നെ ഒരു ട്രെയിൻ മാറി കയറണമായിരുന്നു. ഗ്ലേഷ്യർ 3000 നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലേ ഡൈബ്ലറേറ്റ് എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ്. ഐഗിൾ ഒട്ടും മോശമല്ലായിരുന്നു. ഈ കാണുന്ന കാഴ്ചകൾ ഐഗിളുടെയാണ് കേട്ടോ. സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വീട്, പണ്ട് കാലത്തുള്ള വീടുകളും കുറച്ച് കൃഷിഭൂമികളും വൈൻയാർഡ്സും പശുക്കളും മൗണ്ടൻസും പിന്നെ ദേ അവിടുന്ന് ഒരു ട്രെയിൻ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഹില്ലി ഏരിയയിലോട്ടല്ലേ പോകുന്നത് ഗ്ലേഷ്യർ 3000. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ട്രെയിനിൻ്റെ 2 സ്ഥലത്തു നിന്നും എവിടെ നിന്നാണ് വ്യൂ കിട്ടുന്നത്, ബെസ്റ്റ് വ്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഏതാ ഗ്ലേഷ്യർ 3000, നമ്മുടെ റൂട്ട് എങ്ങോട്ടാ, എപ്പോഴാണ് നമ്മൾ എത്തുക. ലൈക്ക് വി വർ വെരി എക്സൈറ്റഡ്. ശരിക്കും ഒരു നല്ല വെതറായിരുന്നു ഇന്ന്. അതായിരുന്നു വൺ ഓഫ് ദ റീസൺസ് ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തന്നെ. കാരണം വെതർ നന്നാവുമ്പോഴാണ് ആൽപ്സും ലേക്കും പിന്നെ ഈ പച്ചപ്പും ഇതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അതിനെയൊക്കെ കാണാൻ. അത് കണ്ടാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ദേ ലേ ഡൈബ്ലറെത്തിൽ നിന്ന് പിന്നെ ഒരു ബസ് മാറി കയറി. ഇനി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് നമ്മൾ കോൾ ഡു പിലോൺ എന്ന് പറഞ്ഞ സ്ഥലത്തിലെത്തി. അവിടെ എത്തിയപ്പോഴല്ലേ അറിഞ്ഞേ, അവിടെയുള്ള ആൾക്കാർ മൊത്തം സ്കീ ചെയ്യാനാണ് വന്നേക്കുന്നത്. ശരിക്കും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ സ്കീ ചെയ്യാൻ വരാത്തത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ. ലൈക്ക് ഞങ്ങൾ മെജോറിറ്റി അല്ലായിരുന്നു, മൈനോറിറ്റി ആയിരുന്നു. എല്ലാവരും ഈ സ്കീ അല്ലെങ്കിൽ സ്നോ സീസൺ തീരുന്നതിന് മുമ്പേ അവരുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുകയാണ്. സ്കീയിങ് ഒക്കെ കഴിഞ്ഞ് അവരുടെ ഒരു പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഒരു ഹരമാണ് സ്കീയിങ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് എവറി സാറ്റർഡേ സൺഡേ ഒരു വെക്കേഷനിലെ ഒരു ദിവസം അവർ പ്ലാൻ ചെയ്ത് പോകും സ്കീയിങ് ചെയ്യാൻ. അങ്ങനെ കേബിൾ കാർ യാത്രയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കേബിൾ കാർ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം പലതരം വ്യൂസ് വന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ വന്ന ഒരു വ്യൂ ആയിരുന്നു ഇന്നീ നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ദേ കണ്ടു ഞങ്ങൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആകാശവും മലകളും തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഒരു ടിപ്പ്. ആൻഡ് ദെൻ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് സംതിങ് മോർ വെയിറ്റിംഗ്. അങ്ങനെ കാത്തിരിപ്പിനിടയിൽ പിന്നെയും സ്കീയിങ് ചെയ്യുന്ന കുറേ സ്കീയേഴ്സ്. അവരെ കണ്ട് ഓ യെസ്, നെക്സ്റ്റ് ടൈം എനിക്കും സ്കീ പഠിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഹസ്ബൻഡും വിചാരിക്കുന്നു. And it was so nice seeing them ski. And there you go. ദേ നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ. മനുഷ്യർ തണുപ്പത്ത് ബ്ലാങ്കറ്റൊക്കെ മൂടിക്കിടക്കുന്ന പോലെ മൗണ്ടൻസ് അല്ലെങ്കിൽ ആൽപ്സ് സ്നോ ബ്ലാങ്കറ്റിൽ കവേർഡായി കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്കൈ നോക്കിയേ, എന്ത് രസമാണ് കാണാൻ. ഒരു ക്ലൗഡ്സ് പോലും കാണാനില്ല. ലൈക്ക് ഇറ്റ് വാസ് പെർഫെക്റ്റ് ബ്ലൂ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്ന പോലത്തെ ലൈക്ക് പെർഫെക്റ്റ് മൗണ്ടെയ്ൻസ്, പെർഫെക്റ്റ് ബ്ലൂ സ്കൈ, ആൻഡ് വാട്ട് എ സണ്ണി ഡേ ഇറ്റ് വാസ്.
അങ്ങനെ ദേ ഞങ്ങൾ കാത്തിരുന്ന് ഗ്ലേഷ്യർ 3000 എത്തി. ആ ദൂരെ കാണുന്നതാണ് ടിസോട്ട് പീക്ക് വാക്ക്. 2 മൗണ്ടൻ പീക്സിനെയും ജോയിൻ ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്, ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. പോവാം നമുക്കങ്ങോട്ട്. അതിന് മുമ്പേ ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 360 ഡിഗ്രി വ്യൂസ് നിന്നും കിടന്നും ഇരുന്നും നടന്നും ഓടിയും ചാടിയും ഒക്കെ ഇവിടെ എടുത്തു. നല്ല വിൻഡിയായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു. സോ മേക്ക് ഷുവർ ടു ഡ്രസ് പ്രോപ്പർലി ആൻഡ് ഓൾസോ ഡു നോട്ട് ഫർഗെറ്റ് ടു ഗെറ്റ് യുവർ സൺഗ്ലാസസ്. മാൻഡേറ്ററി ആണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള വ്യൂസൊക്കെ കണ്ട് ഞങ്ങൾ ഭയങ്കര അതിശയത്തോടെ നോക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് മനുഷ്യരെയും കാണാം ഇവിടെ, കുട്ടികളെ വരെ സ്കീയിങ് ചെയ്യുക അവർ. ലൈക്ക് ക്രേസി പീപ്പിൾ എൻജോയിങ്. നമുക്കും ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സ്കീയിങ് അറിയാത്ത കാരണം നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല. അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഫുൾ സംഭവം നല്ലോണം ആസ്വദിച്ചു. അതിൻ്റെ പ്രകടനമാണ് ഈ കാണുന്നത് നിങ്ങൾ. അങ്ങനെ ഓക്കെ, അപ്രൂവ്ഡ്. ഫസ്റ്റ് വ്യൂ, ഫസ്റ്റ് പോയിന്റ് അപ്രൂവ്ഡ്. ഗ്ലേഷ്യർ 3000 വാസ് വർത്ത് ഇറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജ്, അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണിപ്പം. And there it is, the route to Peak Walk. അങ്ങനെ കഥകൊക്കെ തുറന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഇനി ഒരു ഇത്തിരി ദൂരം കൂടെ നടക്കാനുണ്ടായിരുന്നു. കുറച്ച് സ്ലിപ്പറി ആയിരുന്നു, പിന്നെ കുറച്ച് സ്റ്റീപ്പി സ്ലോപ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഷൂസ് നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ്. ഇവിടെ കയറുക, നിൽക്കുക, സമാധാനത്തോടെ വ്യൂസൊക്കെ ആസ്വദിക്കുക, എന്നിട്ട് പിന്നെയും കയറുക. ഇതാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ കയറാൻ പോയാൽ ചിലപ്പം പണി പാളും. ബിക്കോസ് നമ്മൾ ടോപ്പ് ഓഫ് ദ മൗണ്ടനിലാണ്. സോ ബി വെരി കോഷ്യസ്. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ. എന്ത് മനോഹരമായ വ്യൂ ആണല്ലേ. നമ്മളിപ്പം കുറച്ച് മുമ്പേ വേറൊരു ആംഗിളിൽ നിന്ന് കണ്ടില്ലേ, അതേ സെയിം സസ്പെൻഷൻ ബ്രിഡ്ജാണിത്, ടിസോട്ട് പീക്ക് വാക്ക്. ഭയങ്കര മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടെ നിന്ന് ഞാൻ കണ്ടത്. ലൈക്ക് എനിക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു, വാക്കിംഗ് in something like this and the views. It was just amazing. ഇത് മൂവൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതിലൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നത്. ബട്ട് ഐ വുഡ് സജസ്റ്റ് ഇറ്റ് ടു എനിബഡി ഹു വിസിറ്റ് സ്വിറ്റ്സർലൻഡ്. കമ്പാരിറ്റീവ്ലി മറ്റ് പല സ്ഥലങ്ങളെക്കാളും ലെസ് ക്രൗഡഡ് ആണ് ഈ സ്ഥലം. ആൻഡ് you can enjoy it to the fullest. You have the place for yourself. പണ്ടൊക്കെ കുട്ടിക്കാലത്തും പിന്നെ ഇത്തിരി വലുതായപ്പോഴും യൂട്യൂബ് വീഡിയോസിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ട വീഡിയോസ് വെച്ചിട്ട് എവ്രിബഡി യൂസ് ടു സേ സ്വിറ്റ്സർലൻഡ് ഇസ് ഹെവൻ ഓൺ എർത്ത്. ശരിക്കും ഇവിടെ വന്ന് താമസിച്ച് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും ദിസ് വാസ് ഹെവൻ ഓൺ എർത്ത് എന്ന്. അപ്പോൾ ഇപ്പം ഞങ്ങളിരിക്കുന്ന ചെയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലാണ്. ഇപ്പം ഞങ്ങളൊന്ന് താഴോട്ട് പോവുകയാണ്, കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഇവിടെ വെച്ച് ഞങ്ങൾ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു
ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു 45 മിനിറ്റ്സ് വാക്ക് ചെയ്യുമ്പം ലൈക്ക് ഒരു ഗ്ലേഷ്യർ വാക്ക് എന്നാണ് അതിനെ പറയുന്നത്. അത് ചെയ്ത് കഴിയുമ്പം ഒരു ഭയങ്കരമായിട്ടുള്ള പെനോറമിക് വ്യൂ കിട്ടും. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ഷാലെ ഉണ്ടെന്ന്. ഷാലെ എന്ന് വെച്ചാൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ചെയർ ലിഫ്റ്റിൽ പോകുന്നത്. അവിടുന്ന് പിന്നെ വാക്ക് ചെയ്യും. പുള്ളി പറഞ്ഞത് ഒരു 45 മിനിറ്റ്സ് വാക്ക് ഉണ്ടെന്നാണ്. അപ്പം ഈ വീഡിയോൻ്റെ എൻഡിൽ കാണാം നമ്മൾ ഇത് 45 മിനിറ്റ്സിലാണോ തീർത്തത് അതോ അതിൽ കൂടുതലോ കുറവോ മിനിറ്റ്സിലാണോ കഴിച്ചത് കാണാം. ദേ കണ്ടോ, അത് ഞാനാ. എനിക്കിത് കണ്ടപ്പം മറ്റേ ജാൻവരിയിൽ ഫേമസ് ആയ ഒരു പെൻഗ്വിൻ ഇല്ലായിരുന്നു, ആ പെൻഗ്വിൻ്റെ ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. പക്ഷേ ഞാൻ പെൻഗ്വിനെ പോലെ വേറൊരു റൂട്ട് എടുക്കാൻ പോകുന്നില്ല, കാരണം ഇച്ചിരി സ്കെയറി ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയ എവിടെയെങ്കിലും പെട്ടു പോകുമെന്ന് അറിയാവുന്ന കാരണം ഞാൻ എല്ലാവരും എടുക്കുന്ന റൂട്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെ എങ്ങനെയൊക്കെയോ നടന്ന് പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ നടന്ന് കുറച്ച് സ്നോ കണ്ട് തളരുകയും കൂടെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സ്നോ ഫെയറി ആവണമെന്ന്. ആ കുരുത്തക്കേടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇത് ഞാൻ സ്ലൈഡ് ചെയ്യുന്നു പോകുന്നതാണ്. കുട്ടിക്കാലത്ത് ചെയ്ത ഓർമ്മയുള്ളോ, പിന്നെ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ആയത് ഈ ആൾക്കാരൊക്കെ ഈ കമ്പും കോലും വെച്ച് എന്തിനാണ് നടക്കുന്നതെന്ന്. എനിക്കും തോന്നി അറ്റ് സം പോയിൻറ്റ് ഈ കമ്പും കോലും എനിക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നടക്കാൻ ഇച്ചിരി സൗകര്യമായിരുന്നേനെ. അങ്ങനെ ഞാൻ പുള്ളി പറഞ്ഞ പെനോറമിക് വ്യൂ കിട്ടുന്ന പോയിൻറ്റിൽ ഞങ്ങളെത്തി. ആ ഷാലെ എന്ന് പറയുന്ന സംഭവം ഇവിടെയാണുള്ളത്, റെസ്റ്റോറൻറ്റ്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ കയറിയതും മാത്രമേ ഓർമ്മയുള്ളൂ, ഫുഡ് കഴിച്ചതും മാത്രമേ ഓർമ്മയുള്ളൂ. ഫോട്ടോയും വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതായിരുന്നു പുള്ളി പറഞ്ഞ പെനോറമിക് വ്യൂ. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഗ്ലേഷ്യർ 3000 പീക്ക് വാക്കും ഗ്ലേഷ്യർ വാക്കും ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും രണ്ടും ചെയ്യണം. രണ്ടും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്റ്റാമിന ആൻഡ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ വില്ലിംഗ് പവർ. ഞങ്ങൾ രണ്ടാളും വ്യൂസിന് വേണ്ടി ഓടുന്ന ആൾക്കാരാണ്. നല്ല കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒന്നും മിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമല്ല, അത് ഫുൾ കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെയർ ലിഫ്റ്റ് എടുത്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് നമ്മുടെ കേബിൾ കാർ എടുക്കാൻ. അങ്ങനെ കേബിൾ കാറൊക്കെ കിട്ടി ഞങ്ങൾക്ക്. മുകളിലോട്ട് വരുന്നതിനേക്കാളും ഒത്തിരി തിരക്ക് കുറവായിരുന്നു താഴോട്ട് പോകുമ്പം. അതൊരു നല്ല കാര്യമായിരുന്നു. എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടി നിൽക്കാൻ, നല്ല വ്യൂസും കിട്ടി, ഞാൻ സന്തോഷവതിയായി. അപ്പോൾ ഇനി പറയാം, ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ടില്ലേ പുള്ളി പറഞ്ഞത് ഗ്ലേഷ്യർ വാക്കിന് ഒരു 45 മിനിറ്റ്സ് ആവും. പുള്ളി അപ്പോഴത്തേക്ക് സ്കീ ചെയ്ത് ആ സെയിം ലൊക്കേഷനിൽ വരാമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഞങ്ങൾക്ക് പറ്റിയ കാര്യമല്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്ന് പല ആംഗിൾസിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുമായിരുന്നു. അപ്പോൾ ഈ 45 മിനിറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 1.5 മണിക്കൂറായി. ആൻഡ് പുള്ളി ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞായിരുന്നു. പുള്ളി അവിടെ ചായയും കാപ്പിയൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെത്താൻ ഒരിത്തിരി ലേറ്റായി. ബട്ട് കുഴപ്പമില്ല, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. പുള്ളി മൾട്ടിപ്പിൾ ടൈംസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനിയും അവിടെ പോകണമെന്നില്ലല്ലോ. കാരണം ടിക്കറ്റ്സ് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം നിങ്ങളിവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ടിക്കറ്റ്സ് പ്രീ ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്വിസ് ട്രാവൽ പാസോ അല്ലെങ്കിൽ സ്വിസ് ഹാഫ് ഫെയർ കാർഡോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50% ഓഫ് കിട്ടും. പിന്നെ സീസണൽ ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ലാഭമായി. ബട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇഫ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്, ഞാൻ തീർച്ചയായിട്ടും പറയും ദിസ്
Glacier 3000 is worth your money. You'll enjoy every penny spent on it. You will definitely enjoy. ടുവേർഡ്സ് ദ എൻഡ് എൻ്റെ അടുത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും. യു മസ്റ്റ് ഡെഫിനറ്റ്ലി ട്രൈ ഗ്ലേഷ്യർ 3000. മേക്ക് ഷുവർ നിങ്ങളൊരു നല്ല വെതർ, എ പ്രോപ്പർ വെതർ ഉള്ളൊരു ദിവസം ചൂസ് ചെയ്യുക, സോ ദാറ്റ് യു ഗെറ്റ് ടു എൻജോയ് ദ ബെസ്റ്റ് വ്യൂസ്. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ എത്ര നല്ല വെതറാണെങ്കിലും ഒരു ജാക്കറ്റോ ഹാൻഡ് ഗ്ലവ്സോ അതേപോലെ സൺഷെയ്ഡ്സോ കൊണ്ടുവരാൻ മറക്കരുത്. അതേപോലെ തന്നെ ടേക്ക് വാട്ടർ വിത്ത് യു ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു ചെക്ക് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ചില സമയത്ത് അവിടെ ഓഫർ ടിക്കറ്റ്സ് കാണും. അത് കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യമാണ്. ലൈക്ക് പ്ലാൻ വെൽ ഇൻ അഡ്വാൻസ് ആൻഡ് ദിസ് ഇസ് സംതിങ് യുൽ ഡെഫിനറ്റ്ലി എൻജോയ്. യുനോ, ഞങ്ങളൊരു രാവിലെ 8 മണിക്ക് തുടങ്ങി ഈവനിങ് ഒരു 4 മണി 4:30 ആയപ്പം ലൈക്ക് വി കവേർഡ് ഇറ്റ് ഓൾ. ഞങ്ങളത് ഫുൾ ഓൺ എൻജോയ് ചെയ്തു. 8 മണിക്ക് വീട്ടിൽ നിന്ന് തുടങ്ങി 10:30 ആയപ്പം ഗ്ലേഷ്യർ 3000 എത്തി. അപ്പം ഇറ്റ് വാസ് വർത്ത് ദ മണി. ഇത്രയും മണിക്കൂർ, ഇത്രയും നല്ല വ്യൂസ്, ലൈക്ക് യുൽ എൻജോയ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ട്രസ്റ്റ് മീ, ഇറ്റ് വിൽ അമേസ് യു ഇൻ വേസ് യു നെവർ തോട്ട് ഇറ്റ് വുഡ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ജേർണി ഇവിടെ അവസാനിക്കുക. കേബിൾ കാറിൽ തിരിച്ചു പോവുക. പിന്നെ തിരിച്ചു പോകുന്നത് ട്രെയിനിലല്ല കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളിക്ക് കാറുണ്ട്. അപ്പോൾ പുള്ളി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ട്രെയിനിലെ കാഴ്ചകളായി, ഇനിയിപ്പം കാറിലും കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങ് വീടെത്തും. അപ്പം ഓൾമോസ്റ്റ് ഒരു 6-7 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ വീടെത്തുമായിരിക്കും. Okay, see you all in another video. Love from Snehathode Amu.